നമ്മൾക്ക് പലപ്പോഴും അസുഖം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് കൂടുതലും അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ചില ആളുകളുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല, അവർ ഏത് സമയം വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ അസുഖങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും. അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വേറൊരു വിഭാഗം ആളുകളുണ്ട്, പ്രത്യേകിച്ചും സർക്കാർ ജോലിയിലുള്ളവരെല്ലാം, അവർ ജോലിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം താങ്കൾ ഇത്രയും നാളായിട്ട് പണിയെടുത്തു, ഇനി പണിയെടുക്കുന്നൊന്നുമില്ല, ഇനി പെൻഷനൊക്കെ വാങ്ങി റെസ്റ്റ് എടുക്കുകയാണ് എന്ന് പലരും തീരുമാനിക്കാറുണ്ട്. ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ മനസ്സ് മടുപ്പിക്കാനും അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനും ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ റെസ്റ്റ് എടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമുക്ക് മെൻ്റലായിട്ടൊരു മടുപ്പ് ബാധിക്കും. നമുക്ക് ഒരു തരം ആക്ടിവിറ്റിയിലും ഇൻട്രസ്റ്റ് ഇല്ലാതെയാകും. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായിട്ട് ശരീരത്തിന് എക്സസൈസുകൾ കുറയും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുകയും എക്സസൈസ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ ധാരാളമായിട്ട് ബാധിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ റിട്ടയർ ആയി ഇനി റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുന്ന ആളുകളാണെങ്കിൽ കഴിവതും നിങ്ങൾ അങ്ങനെ ഒരു റിട്ടയർ ആകരുത്. നിങ്ങൾ റിട്ടയർ ആകുക എന്ന് പറയുന്നത് ഒരു ജോലിയിൽ നിന്നല്ല, നിങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ റിട്ടയർ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. പകരം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആക്ടിവിറ്റി കണ്ടുപിടിച്ച് അതിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഏത് സമയം എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യവും നന്നായിട്ടിരിക്കും. നിങ്ങൾക്ക് പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അത് തടയുകയും ചെയ്യും.